നമ്മളൊരു പ്രസിദ്ധീകരണം ഉണ്ടായാൽ അത് ആളുകളെ ആകർഷിക്കണം. അപ്പം ഞാൻ ഉറച്ചു നിന്നിട്ട് പറഞ്ഞ് നമ്മൾ നല്ല കളർ പിന്നെ ഇത് വേണം, കവറ് കളറായിട്ട് വേണം, ഉള്ളിലും കഴിയുമെങ്കിൽ കളർ കൊടുക്കണം, പിന്നെ ഫോട്ടോകളൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പിന്നെ അന്ന് ഇവിടെ പല ഭാഗങ്ങളിലും പോയപ്പോൾ അവസാനം അതിന് കെ സിയോട് തന്നെ പല ആളുകളും വന്ന് ചോദിച്ചിരുന്നു തന്നെ, കെ സി എന്താണ് ഇത് ഒന്നും ഒരു പ്രസ്ഥാനം നടത്തുന്ന സംഗതിയാകുമ്പോൾ അത് അവർക്ക് എങ്ങനെ ബാധിക്കുന്നു കൂടി നോക്കണ്ടേ മറുപടിയൊക്കെ പറയുമ്പോൾ എന്നൊക്കെ മൂപ്പര് വിമർശനാത്മകമായിട്ട് മൂപ്പരും പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാനൊരു പുസ്തകം എഴുതാച്ചിട്ട് അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. അത് ഒക്കെ പ്രബോധനത്തിലോ അല്ലെങ്കിൽ പ്രബോധനത്തിൽ തന്നെ എഴുതിയ സംഗതികൾ എടുത്തിട്ട് പുസ്തകമാക്കിയതാണ്. അപ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകം സ്വാതന്ത്ര്യത്തിൻ്റെ ഭാരം, പൊതുരംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട, അതും പ്രബോധനത്തിൽ വന്നത് തന്നെയാണ്. അത് പിന്നെ ഒന്ന് ഉണ്ടായിരുന്നത് മനുഷ്യ അതിൻ്റെ മനസ്സെന്ന് പറഞ്ഞൊരു ചെറിയ പുസ്തകമുണ്ട്. അതും സ്വതന്ത്രമായിട്ട് എഴുതിയത് തന്നെയാണ്. അതും ഇതുപോലെ മറ്റ് പത്രങ്ങളിൽ എഴുതിയ കുറിപ്പുകൾ തന്നെയാണ് അതിലും ഉള്ളത്. അതേ അല്ലാതെ ഇപ്പം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാരം കുറേ അതിൽ പെട്ടതാണ്. അത് പ്രവർത്തകർക്കല്ല, അത് എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നു. ഇത് കാര്യമായ പ്രവർത്തകരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതിയതാണ്. അത് രണ്ടും പ്രബോധനത്തിൽ വന്നതാണ്. അത് ജമാഅത്ത് പ്രവർത്തകർക്ക് വേണ്ടി എഴുതാനുണ്ടായ ഒരു കാരണം, അടിയന്തരാവസ്ഥക്ക് ശേഷം സംഘടനയൊക്കെ ഇല്ലാതായി, പിന്നെ രണ്ടാം മറി വന്നപ്പോൾ അന്നുണ്ടായിരുന്ന പല പ്രവർത്തകരും ഇല്ലാതായി, പിന്നെ പുതിയ ആളുകൾ വരണമല്ലോ. അപ്പോൾ അവർക്ക് ജമാഅത്ത് എന്താണെന്നും എന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ ലേഖനങ്ങളൊക്കെ എഴുതിയത്. അത് അന്ന് പിന്നെ ഹൽക്കകളിലൊക്കെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നൊരു പുസ്തകമാണ്. പ്രബോധനത്തിനും മാധ്യമത്തിനൊക്കെ എനിക്ക് കഴിയുന്ന സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട്. അത് അത്ര വലിയ വിലപ്പെട്ടതെന്നൊന്നും എനിക്ക് അവകാശവാദമില്ല. എങ്കിലും എനിക്ക് കഴിയുന്ന വിധത്തിലുള്ള സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട്. ഞാൻ എഴുതിയ ആദ്യത്തെ ബാലസാഹിത്യമാണ് ആദം ഹവ്വ. അത് സ്വതന്ത്രമായിട്ട് എഴുതി, അത് മറ്റു പത്രങ്ങളിലൊന്നും അത് വന്നിട്ടില്ല. അത് പിന്നെ അത് എഴുതാനുണ്ടായ കാരണം, പിന്നെ ഈ മറുപടി പത്രം അന്ന് ഞങ്ങളൊക്കെ കൂടി നടത്തുന്ന കാലം. അന്ന് മറുപടി പത്രത്തിന് കുറേ ബാധ്യതകൾ വന്നപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ചും കൂടി ഒരു വരുമാനം ഉണ്ടാക്കാൻ എന്തെങ്കിലും മാർഗം കാണാമെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ ബാലസാഹിത്യങ്ങൾ പ്രസിദ്ധീകരിച്ചാലോ എന്നുള്ളൊരു അഭിപ്രായം വന്ന്, ആ അഭിപ്രായം അനുസരിച്ച് അന്ന് എന്നോട് ആവശ്യപ്പെട്ടതാണ് ഒരു ബാലസാഹിത്യം എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ആദം ഹവ്വ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത്. അത് എഴുതി, അത് നല്ല ചിലവായിക്കണ കാലത്ത്. കാരണം അത് വിതരണം ചെയ്തത് കാര്യമായിട്ട് വരാൻ തോന്നുന്നുണ്ട്, പിന്നെ DC ബുക്സ് അവരാണ് പരസ്യമൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ശേഷം അവരൊക്കെ നിർത്തിയതിന് ശേഷം 1-2 എഡിഷന് നമ്മളെ IPH ഇറക്കി. അതും ചിലവായിരുന്നു. ഇപ്പോൾ പിന്നെ മാർക്കറ്റിൽ ഇല്ലയെന്നാണ് തോന്നുന്നത്. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ മലർവാടിക്ക് വേണ്ടി തന്നെ മലർവാടിയിൽ പ്രസിദ്ധീകരിച്ചതാണ് ലോകസുന്ദരം എന്ന് പറഞ്ഞ് യൂസുഫ് നബിൻ്റെ കഥ. ഇത് രണ്ടുമാണ് ബാലസാഹിത്യമായിട്ട് എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മ ഉള്ളത്. അത് പിന്നെ സ്വതന്ത്രമാണെങ്കിലും അത് പിന്നെ ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ബാലസാഹിത്യ രംഗത്ത് ചെയ്ത ഒരു പണി മുക്കൽ സായിയുടെ വിക്രമങ്ങൾ എന്ന് പറഞ്ഞിട്ട് മലർവാടിയിൽ തുടർച്ചയായിട്ട് ഒരു നോവൽ, അത് ഈജിപ്തിൽ വളരെ പ്രചാരമുള്ള ഒരു നോവലായിരുന്നു. അവിടുന്ന് അവാർഡൊക്കെ കിട്ടിയതാണ്. അത് ഒരു 10-20 ലക്കം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ആദ്യകാലത്ത് അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി IPH ഒരുങ്ങിയതാണ്. അപ്പോൾ IPH ഒരുങ്ങിയ കാലത്ത് പിന്നെ അന്ന് ജമാഅത്തും സിമിയും കൂടി കുറച്ച് തർക്കമുള്ള കാലഘട്ടമാണ്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മത്സരമുള്ള കാലഘട്ടമാണ്. അന്ന് കണ്ടിട്ട് അതിങ്ങനെ പ്രസിദ്ധീകരിക്കുമെന്ന് എങ്ങനെയാണ് അവരറിഞ്ഞപ്പോൾ അവരുടെ വക ഒരു പരസ്യം അവരുടെ പത്രത്തിൽ വന്നു. ഇങ്ങനെ ഉക്കൽ സായിയുടെ വിക്രമങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ എല്ലാ അവകാശങ്ങളും മലയാളത്തിൽ ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും, പിന്നെ എന്താണ് ഇവരുടെ പ്രതിഭ ബുക്സ്, എന്താണ് വിവേകം എന്നായിരുന്നു അവരുടെ പത്രത്തിൻ്റെ പേര്, അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അത് വേറെ ആരും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇത്. ഇത് കണ്ടപ്പോൾ ഷെയ്ഖിനൊക്കെ പേടിയായി, നമ്മളിനിപ്പോൾ അത് പ്രസിദ്ധീകരിച്ചിട്ട് ഒരു കേസിലേക്ക് പോകുമോ എന്നുള്ള പേടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
നിങ്ങൾ പ്രസിദ്ധീകരിക്കണ്ട. അപ്പം ഞാൻ അന്ന് കോയാണ് അതൊക്കെ കൈകാര്യം ചെയ്യണത്. കോയനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്നാൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ചോളി. അന്ന് ഞാൻ ഇവിടെ ഈ വീടല്ല, അവിടെ ജംഗ്ഷനിലുണ്ടാക്കുന്ന വീട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യം എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കാശിന് ആവശ്യമുണ്ട്, പ്രസിദ്ധീകരിച്ചെങ്കിൽ കുറച്ച് ഇല്ലാതെ കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ പ്രസിദ്ധീകരിക്കാൻ നിവൃത്തിയില്ല, അതിനുള്ള സാമ്പത്തിക സൗകര്യമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, അവരെ കൊണ്ട് പ്രസിദ്ധീകരിപ്പിച്ചോളി, അത് ഒരേ എഡിഷന്, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ തരണം. അപ്പോൾ ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞു ഇവരിങ്ങനെ പറയണത്. ഈ പറഞ്ഞാൽ നമ്മളങ്ങനെ ഏറ്റെടുക്കലില്ല ഒരു പുസ്തകം, അവരെന്നെ എന്താ ചെയ്തോട്ടെ എന്നാണ് അതിൽ ആപ്സാക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഇത് എടുത്ത് വെച്ചിരുന്നൊന്നും പിന്നെ കാണാനില്ല, ചില ലക്കങ്ങൾ കാണാനില്ല. പിന്നെ അത് അങ്ങനെ പോയി. അത് നല്ല പുസ്തകമായിരുന്നത്. പിന്നെ അതിൻ്റെ ഒറിജിനൽ ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടി, യൂത്ത് സെൻറ്ററിൽ നിന്നാണ്, ഇസ്ലാമിക് യൂത്ത് സെൻറ്ററിൽ നിന്നാണ് അതിൻ്റെ ഒറിജിനൽ കിട്ടിയിരുന്നത് ആ പുസ്തകം. ആ പുസ്തകം അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതും കിട്ടിയില്ല. അത് കിട്ടിയെങ്കിൽ പിന്നെ അതാണ്ട് പൂരിപ്പിച്ചിട്ട് വീണ്ടും പ്രസിദ്ധീകരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്, അത് പറ്റിയില്ല. പിന്നെ കുട്ടികൾക്കും വലിയവർക്കും കൂടി തയ്യാറാക്കിയ അതും പിന്നെ അത് ഞാൻ സ്വന്തം നിലക്കന്നാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ചിലപ്പോൾ മാധ്യമത്തിന് പറ്റും. ഞാൻ അന്ന് ജമാലാണ് മാധ്യമത്തിൻ്റെ ഈ വാരാന്ത്യ പതിപ്പ് ചെയ്യണത്. അയാളോട് ചോദിച്ച് നിങ്ങൾക്ക് പറ്റുമോ? പറ്റായി എന്താണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അങ്ങനെ ഞാൻ അത് അവർക്ക് കൊടുത്തു. അവർ അത് ഒരു 10-20 ലക്കത്തിലായിട്ട് കലീലയും തിമ്നയും എന്ന് പറഞ്ഞിട്ട് ഒരു ഇതായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് IPH പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. 1-2 എഡിഷൻ അടിച്ചു. പിന്നെ ഇപ്പം അതും മാർക്കറ്റിൽ നിന്ന് പോയിക്കണം, ഇപ്പം അതില്ല. അതൊക്കെ അതിപ്പോഴും ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് പോവും, അത് മാർക്കറ്റ് ചെയ്യാൻ കഴിയും. കാരണം അത് അറബിക് ക്ലാസിക് സാഹിത്യമാണ്. അത് ഏത് കാലത്തും ഇത് സ്വീകാര്യതയുള്ളൊരു സാധനമാണ്. പക്ഷെ അത് പിന്നാരും ചെയ്തില്ല, അതങ്ങനെ കൊണ്ട് കിടക്കുകയാണ്. പ്രശ്നവും വീട്ടണവും തന്നെ കുറേ ഭാഗങ്ങൾ അതിന് പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. ശരിയാത്തിൽ പ്രബോധനം വാരികയും അന്ന് പ്രബോധന മാസികയൊക്കെ ഉള്ള കാലത്താണ് ആ വിവാദം ഉണ്ടായത്. അക്കാലത്ത് ആ മാസികയും വാരികയും അതിൽ സജീവമായിട്ട് ഇടപെട്ടിരുന്നു. അതിൽ വന്ന സംശയം, അതിൽ പ്രധാനമായി ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു സംശയം ഈ അനന്തരാവകാശം, മകൻ ഇല്ലെങ്കിൽ മകൻ്റെ മക്കൾക്ക് അവകാശം കിട്ടുമെന്നുള്ളതാണ്. അത് കിട്ടൂല എന്നാണ് പൊതുവിലുള്ള ഒരു ഇത്. അത് ആണ് ഒരു വിഷയം. പിന്നെ അതിലുണ്ടായിരുന്ന വേറെ വിഷയം ബഹുഭാര്യത്താണ്, നബീരെ ഇത്. വിവാഹം മുക്തക്ക് ചെലവിന് കൊടുക്കൽ, അങ്ങനെയുള്ള കുറേ സംഗതികളാണ്. അതിലൊക്കെ പ്രബോധനം ഒരുപാട് ലേഖനങ്ങൾ അതിൽ വന്നിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഞാനും എഴുതിയിട്ടുണ്ട്. അത് നമ്മളെ മാത്രമല്ല, അന്ന് ഇതിന് ലീഗടക്കം മറ്റു പലർക്കും പ്രസംഗിക്കാനൊക്കെ പ്രബോധനം നല്ല റെഫറൻസ് ആയിരുന്നു. പ്രബോധനത്തിൽ വന്ന ലേഖനങ്ങൾ PT അബ്ദുറഹ്മാൻ സാഹിബ് ഇതിലെ ഇടക്കാലത്ത്, അതിപ്പോൾ ഒരു 5-10 കൊല്ലം മുമ്പാണ്, അമേരിക്കയിൽ ഒരു ഖലീഫ ഒരാൾ വന്നിരുന്നു. 19 എന്ന് പറഞ്ഞിട്ട് ഖുർആൻ മുഴുവൻ 19 അടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വാദമായിട്ട്, ഒരു 19ൻ്റെ പൊരുൾ പറഞ്ഞിട്ട് എന്തും 19 യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു വ്യാഖ്യാനം. അപ്പോൾ അതിനെ അന്ന് പല ആളുകളെയും വല്ലാതെ ആകർഷിച്ചിരുന്നു, ഒരുപാട് ആളുകൾ. അപ്പം പ്രബോധനം തുടക്കം മുതലേ അതിന് എതിരായിരുന്നു. അതിന് നിരർത്ഥകമായ വാദങ്ങളാണ് അത് എന്നുള്ള ഒരു അഭിപ്രായമാണ് നമ്മൾ പ്രകടിപ്പിച്ചത്. അപ്പോൾ ഇതിന് പ്രബോധനത്തിനോട് പലർക്കും നീരസം ഉണ്ടായിരുന്നു. അതിന് വലിയൊരു സംഗതി ഒരാൾ കണ്ടെത്തിയിട്ട് ഖുർആനിന് അങ്ങനെ ഒരു മഹത്വം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ പോരെ, എന്തിനാ അവരെ നിഷേധിക്കണം എന്നൊക്കെ എന്നോട് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഖലീഫൻ്റെ പ്രവാചകനായി ഇപ്പോൾ അയാൾ എന്തോ ആയാവും. ആളുകൾക്കൊക്കെ മനസ്സിലായി അതൊക്കെ വെറും ഫ്ലംസിയായ കുറേ വാദങ്ങളാണ് അത് നിൽക്കില്ലേ, അതിലൊന്നും അർത്ഥമില്ലാന്ന് ഇതായി. ആ കാലത്ത് മുട്ടാണിശ്ശേരി കോയക്കുട്ടി മുസ്ലിയാരാണ് അതിനെ അംഗീകരിച്ചുകൊണ്ടും അതിന് പ്രചാരം നൽകിക്കൊണ്ടും പുസ്തകവും ലേഖനങ്ങളൊക്കെ എഴുതിയത്. അത് വന്നപ്പോഴാണ് PT അബ്ദുറഹ്മാൻ അതിനെ എതിർത്തുകൊണ്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ടൊരു ലേഖനം എഴുതി.
അതിന് വീണ്ടും ഇയാൾ ഖണ്ഡന എഴുതി, വീണ്ടും വീട്ടിൽ ഖണ്ഡന എഴുതി, അങ്ങനെ ആയിട്ട് പിന്നെ അത് അങ്ങനെയാണ്ട് ഇതായി. അതിൽ പിന്നെ അയാൾക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ അയാൾ എഴുത്ത് നിർത്തി. 2-3 വട്ടം അയാൾ വീണ്ടും വീണ്ടും എഴുതി നോക്കിയിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് പ്രബോധനാണ് അത് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ടായി തകർത്തത്, വാദത്തിൻ്റെ പൊള്ളത്തരം ഇതായി പ്രചരിപ്പിച്ചത്. ഇപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ഇപ്പം അയാൾ എന്താ പിന്നെ ആ വാദമൊക്കെ പോയി അവിടുന്നൊക്കെ പോയിട്ട് അയാൾ പ്രവാചകനായി എന്നൊക്കെ പറഞ്ഞിട്ട് അതും കേട്ടിരുന്നു. പിന്നെന്താ ഇപ്പം അയാളെ പറ്റിയൊന്നും കേൾക്കാറില്ല. ഒരു ഖലീഫ എന്ന് പറഞ്ഞിട്ടാണ്, എന്ത് ഖലീഫ എന്ന പേരുണ്ട്, റഷാദ് ഖലീഫ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അയാൾ അമേരിക്കക്കാരനാണ്, അമേരിക്കയിൽ നിന്ന് ഒരാളാണ്. കേരളത്തിലെ വൈജ്ഞാനിക ലോകത്തിനെ, കേരളത്തിലെ വൈജ്ഞാനിക മണ്ഡലത്തെ നന്നായിട്ട് സ്വാധീനിച്ച് പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണത്. അത് പി.ടി.ആണ് അതിൻ്റെ കാര്യമായിട്ട് പിന്നെ അതിനെ ഖണ്ഡിച്ചത്. അങ്ങനെ അതിൻ്റെ എല്ലാ വശങ്ങളും എടുത്ത് പറഞ്ഞിരിക്കുന്നു. അത് പ്രബോധനത്തിൽ 4-5 ലക്കങ്ങളിലായിട്ടാണ് അതിൻ്റെ ഖണ്ഡനവും മണ്ഡനമായിട്ട് വന്നത്. അത് അതിൻ്റെ ഒരു പി.ടി ഒരുപാട് കാലം എൻ്റെ സഹപ്രവർത്തകനായിരുന്നു പ്രബോധനത്തിൽ. മാധ്യമം തുടങ്ങിയപ്പോഴാണ് ഈ ടാബ്ലോയിഡ് രൂപം മാറിയത്. ടാബ്ലോയിഡ് ആദ്യം പിന്നെ 8 പേജായിരുന്നു, പിന്നെ അത് 10 പേജായി. പിന്നെ അതുതന്നെ വലിപ്പത്തിലും കുറേ മാറ്റങ്ങൾ വന്നു. ആദ്യം ഉണ്ടായിരുന്നേക്കാളും ഒരു 2 ഇഞ്ച് കൂടുതലായിട്ടാണ് പിന്നെ കുറേ കാലം ഇറങ്ങിയത്. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളതിന് വന്നിട്ടുണ്ടെങ്കിലും ഈ മാധ്യമം തുടങ്ങിയതോടുകൂടിയാണ് ഇപ്പോഴത്തെ രൂപത്തിൽ, ഈ പുസ്തക രൂപത്തിലായിട്ടത് ഇറങ്ങി വന്നത്. പുസ്തക രൂപത്തിൽ വന്നത് മാധ്യമം തുടങ്ങിയതിന് ശേഷം. അത് ആദ്യം വന്ന കാലത്ത് അതിന് പല വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് പിന്നെ പുസ്തക രൂപത്തിലാകുമ്പോൾ അതിനൊരു ലേഔട്ടൊക്കെ ഉണ്ടാകുമല്ലോ. ടാബ്ലോയിഡായി നിന്നാൽ അധികം സ്ഥലമൊന്നും ഉണ്ട്. ഹെഡിങ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം മുഴുവൻ മാറ്റർ കൊണ്ട് നടക്കലാണ്. ഫോട്ടോകളില്ല. അന്ന് ആദ്യകാലത്ത് ജമാഅത്ത് പ്രസിദ്ധീകരണങ്ങളൊന്നും ഫോട്ടോകൾ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കാൻ അത് നല്ലതല്ല, പിന്നെ യാഥാർത്ഥ്യ വിഭാഗം അതിനെ എതിർക്കും എന്നൊക്കെ ഉള്ളൊരു ഇതുകൊണ്ട് നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നില്ല. നമ്മുടെ ജമാഅത്തുകാരായിട്ട് ആദ്യമായിട്ട് ഫോട്ടോ പ്രസിദ്ധീകരിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശാന്തപുരം ഇസ്ലാമിയ കോളേജ് പിന്നെ 72-ലോ 73-ലോ മറ്റൊരു 73-ലാണെന്ന് തോന്നുന്നു ഒരു സുവനീർ ഇറക്കിയിരുന്നു ഉപകാരഗ്രന്ഥമായിട്ട്, അതിൻ്റെ ഒരു വാർഷികത്തിന്. അതിൽ ആ സുവനീറിൽ നമ്മളെ അതിൽ പങ്കെടുത്ത ആളുകളുടെയൊക്കെ ഫോട്ടോ കൊടുത്തിരുന്നു. ഇതിൻ്റെ പത്രാധിപ സമിതിയുടെ ഫോട്ടോ, അതുപോലെ വേറെ ചില ഫോട്ടോകളൊക്കെ കൊടുത്തിരുന്നു. അന്ന് അഖിലേന്ത്യാ ജമാഅത്ത് അത് അവിടേക്ക് അയച്ചു കൊടുത്തപ്പോൾ ഇത് നമ്മുടെ സമ്പ്രദായത്തിന് എതിരാണ് എന്ന് പറഞ്ഞിട്ട് അവർ വിമർശനം അയച്ചിരുന്നുണ്ട്. ആണ് ഫോട്ടോ പ്രസിദ്ധീകരിക്കൽ നമ്മുടെ സമ്പ്രദായത്തിന് എതിരാണെന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് കുറേ കഴിഞ്ഞൊരു 10-5 കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവത്തിലൊക്കെ ഫോട്ടോ വരാൻ തുടങ്ങി. ദൈവത്തിലും റേഡിയൻസിലൊക്കെ നമ്മളാണ് അത് ആദ്യം തുടങ്ങിയത്. അതിൻ്റെ അവിടുന്ന് ഏതാണ്ട് ഒരു 10 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രബോധനത്തിൽ ഫോട്ടോ കൊടുക്കുക, ഈ ബുക്കാക്കിയതിന് ശേഷം. അപ്പോൾ ഈ ഫോട്ടോ കൊടുക്കുന്നതിനെതിരായിട്ട് ഒരു വക കളർ ഇതാണ്, കവർ പേജ് കളറായിട്ട് കൊടുത്തു. അതിനെതിരായിട്ട് ഒരു വക, പിന്നെ ഈ ലേഔട്ടിൻ്റെ ഭാഗമായിട്ട് ഓരോരോ ഹെഡിങ്ങുകൾ വരുമ്പോൾ അതിൻ്റെ 2 ഭാഗം കുറേ ഒഴിച്ചിടാറുണ്ടല്ലോ, ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാവുമല്ലോ. അത് പിന്നെ അതൊക്കെ ആദ്യകാലത്ത് വലിയ വിമർശനങ്ങളൊക്കെ ആയിരുന്നു. ചിലർ പറഞ്ഞു ഞങ്ങൾ കളർ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ പ്രബോധനം ഇറക്കണത് എന്ന് ചില ആളുകൾ. അതായത് കളറൊന്നും ഇങ്ങനെ അത്ര പിന്നെ കവറൊന്നും അത്ര നന്നാക്കി അടയ്ക്കേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഇത്. അപ്പോൾ അത് പ്രബോധനം വാരികയാണതിൻ്റെ മുമ്പ് പാക്ഷികമായിട്ട് പിന്നെ ദ്വൈവാരികമായിട്ട് ഇറങ്ങിയിരുന്നു. ആ കാലത്തൊരു കവറുണ്ടായിരുന്നു, അന്ന് ബുക്ക് തന്നെ ആയിരുന്നത്. ആ കാലത്തെ കവറൊക്കെ അപ്പോഴുള്ള പ്രസ്സിൽ കിട്ടുന്ന എന്തെങ്കിലും വെച്ചിട്ട് ഒരു കവറുണ്ടാക്കലായിരുന്നു. അപ്പം അതുപോലെയൊക്കെ മതി ഇതിങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് അതിന് ഒരു വിമർശനം, കാര്യമായ വിമർശനങ്ങൾ ഉണ്ടായത്. അതാണ് ഈ ലേഔട്ടിന് വേണ്ടിയിട്ട് സ്ഥലം ചിലവഴിക്കുക, കളർ പ്രിൻ്റുകൾ വരുത്തുക, ഫോട്ടോകൾ അച്ചടിക്കുക, ഇതിനൊക്കെ എതിരായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഫോട്ടോ അടിക്കൽ തുടങ്ങി. ആ വിമർശനമൊക്കെ പോയി. നമ്മൾ അതൊക്കെ തുടങ്ങിയത് ഞാനാണ്. ആ കാലത്ത് പ്രബോധനത്തിൽ വാരികയിൽ ഫോട്ടോ അടിക്കലും ഇതാക്കലൊക്കെ.
ആ കാലത്ത് ഒരിക്കൽ ഈ ചെറുകിട പത്രങ്ങളുടെ പിന്നെ ഇസ്ലാമിക പത്രങ്ങളുടെ നടത്തിപ്പിനെ പറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ഉപദേശങ്ങൾ തന്നെയാണ് ആലോചിക്കാനൊക്കെ ആയിട്ട് മദ്രാസിൽ അന്ന് പിന്നെ ഒരു യോഗം ചേർന്ന്. അത് അവിടുത്തെ തമിഴ്നാട്ടിലെ ആളുകളും തമിഴ്നാട്ടിലെ ജമാഅത്ത് നേതാക്കന്മാരും വേറെ പലർക്കും ഓർമ്മയിൽ വരുന്നില്ല. അതിലൂടെ കേരളത്തിലും പലപ്പോഴും വന്നിട്ടുണ്ട്. അയാൾ സ്വന്തമായിട്ടൊരു പത്രം നടത്തിയിരുന്നു. ഒരു പത്രപ്രവർത്തകനായിരുന്നു അയാൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഇത് നമ്മളായിട്ടൊക്കെ വളരെ സഹകരിച്ചിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ അയാളും കൂടിയൊക്കെ പങ്കെടുത്തൊരു യോഗമായിരുന്നത്. അപ്പോൾ അന്ന് അയാളാണ് ആദ്യമായിട്ട് എനിക്ക് ഈ ഐഡിയ അയാളിൽ നിന്നാണ് കിട്ടിയത്. ഇത് നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, പത്രങ്ങൾ അതിൻ്റെ ലേ ഔട്ട് ഒക്കെ ആളുകളെ ആകർഷിക്കുന്ന ഒരു വിഷയമാണ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ അന്ന് ഞാൻ ഇത് കൊണ്ടുപോയിരുന്നു, നമ്മളെ പത്രത്തിൻ്റെ ഒരു കോപ്പി കൊണ്ടുവരുന്നത് ടാബ്ലോയിഡിൻ്റെ. അത് അയാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇതിന് ലേ ഔട്ടേ ഇല്ല എന്നാണ് അയാൾ വന്ന് പറഞ്ഞു. ഇതിന് ലേ ഔട്ട് എന്ന് പറഞ്ഞൊന്നുമില്ല, ഇതിങ്ങനെ കുറേ വാരി വെച്ചാണ് അച്ചടിക്കണം, അത് വായിക്കണം എന്നുള്ളവരോ വായിക്കും. പക്ഷെ നമ്മളൊരു പ്രസിദ്ധീകരണം ഉണ്ടായാൽ അത് ആളുകളെ ആകർഷിക്കണം. ആകർഷിക്കണമെങ്കിൽ അതിൻ്റെ രൂപത്തിൽ അച്ചടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ പ്രബോധനം നിന്നാവും പിന്നെ ഈ പുസ്തക രൂപത്തിലാക്കുന്ന പ്രശ്നമൊക്കെ വന്നു. അപ്പം ഞാൻ ഉറച്ചു നിന്നിട്ട് പറഞ്ഞ് നമ്മൾ നല്ല കളർ പിന്നെ ഇത് വേണം, കവർ കളറായിട്ട് വേണം, ഉള്ളിലും കഴിയുമെങ്കിൽ കളർ കൊടുക്കണം, പിന്നെ ഫോട്ടോകളൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യകാലത്ത് അതിന് എതിർപ്പുണ്ടായിരുന്നു. നമ്മുടെ ഷൂറ മെമ്പർമാരിൽ പോലും എതിർക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ടി.കെ ഒന്നും എതിർത്തില്ല. അതുകൊണ്ട് ആ ബലത്തിൽ ടി.കെയും കെ.സി പോലും ഒന്നും എതിർത്തില്ല. ആ ബലത്തിൽ അത് അങ്ങനെയാണ് പോയത്. അതിന് ശേഷം ഇപ്പോൾ ജമാഅത്തിൻ്റെ തന്നെ എല്ലാ പ്രസിദ്ധീകരണ ദൈവത്തും അതുപോലുള്ള പത്രങ്ങളൊക്കെ ഫോട്ടോ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അതിന് സുന്നികളും അന്ന് ഫോട്ടോ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പിന്നെ നമ്മളപ്പോൾ അത് പ്രഖ്യാപിച്ച ആ മിനിറ്റിൽ അത് അറിഞ്ഞിട്ടില്ല. പോലീസുകാർ വന്നിട്ട് ടി.കെനെ പിന്നെ ഒരു അബ്ദുല്ലാസന് പിന്നെ അവിടുന്ന് അറസ്റ്റ് ചെയ്തത് തങ്ങളെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൈദർ അലി സാഹിബ് എന്ന സെക്രട്ടറി എന്താണ്, പിന്നെ കബീർ സാഹിബ് അതിൽ പെട്ടു. മൂപ്പര് യഥാർത്ഥത്തിൽ ഇവരുടെ ലിസ്റ്റിലുള്ള ആളല്ല, കാരണം മൂപ്പര് ജമാഅത്തിൽ പിന്നെ ഷൂറയിലൊന്നും ഉള്ള ആളല്ല. അപ്പോൾ മൂപ്പര് കുറച്ച് കാശ് ആരുടെ കണ്ട് മൂപ്പരടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇവർ വന്ന് ചെക്ക് ചെയ്തിട്ട് പിടിച്ചു കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് മൂപ്പര് അപ്പുറത്തൊരു വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായിട്ട് ഇറങ്ങിയപ്പോൾ പോലീസുകാർ തടുത്ത് നിർത്തി കണ്ടപ്പോൾ പൈസ ഇട്ട് കണ്ടപ്പോൾ അത് എവിടുന്ന എന്താണ് എന്ന് പറഞ്ഞ് മൂപ്പര് അറസ്റ്റ് ചെയ്തിട്ട് ആ കാശ് വിട്ടു അവർ പോയി. ഞാനും അന്ന് അവിടെ ഉണ്ടായിരുന്നത്, ജലീലപ്പോൾ സ്ഥലത്തില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് നമ്മളിതിങ്ങനെ പ്രബോധനമൊക്കെ അടച്ചു കൂട്ടി എന്നുള്ള ഇത് മാത്രമേ. അറസ്റ്റ് ഉണ്ടാവുമെന്ന് പത്രത്തിലൊക്കെ ഏതാണ്ട് പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു രാവിലത്തെ. നമ്മൾ ജമാഅത്ത് നേതാക്കളെന്ന് അധികം രാഷ്ട്രീയ നേതാക്കളായിരുന്നു അന്നത്തെ പത്രത്തിൽ കണ്ടതൊക്കെ. മറ്റ് ജയപ്രകാശ് നാരായണൻ പിന്നെ ലോഹ്യ അതുപോലെയുള്ള നേതാക്കന്മാരുണ്ടല്ലോ, അവരൊക്കെയാണ്. ഇതിവർ വന്ന് ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടപ്പോൾ ഞങ്ങൾ അന്ന് JDT അതിൻ്റെ തൊട്ടടുത്താണ്. JDTയിൽ പോയി. ഇപ്പോൾ ഫോണൊന്നും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതായി. അപ്പോൾ JDTയിൽ പോയാൽ അപ്പോൾ അവിടെ അസനാജ് ഉണ്ടായിരുന്നു. അസനാജിയോട് ഞങ്ങൾ വിവരം പറഞ്ഞു. അപ്പോൾ അസനാജ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സാന്ത്വനത്തേക്ക് വന്ന് ഫോൺ ചെയ്യണം, AK അബ്ദുൽ ഖാദർ മൗലവിയോട് ചില ഉപദേശങ്ങൾ തേടണം, എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി. അങ്ങനെ അയാൾ ഫോൺ എടുക്കാൻ സമ്മതിച്ചില്ല, നിങ്ങൾക്ക് ഫോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഫോൺ ചെയ്യണം. പിന്നീട് വേറെ എവിടെ ചെന്നിട്ട് അന്ന് ഫോണൊന്നും അത്ര സുലഭമല്ലേ, എവിടെ ചെന്ന് വിളിച്ചപ്പോൾ അവിടുന്ന് ഇവർ ഏക്കനൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കണമെന്നുള്ള വിവരമാണ് കിട്ടിയത്. അപ്പോൾ ഞാനന്ന് അവിടെ സ്ഥലത്തുണ്ട്. കബീർ ഇങ്ങനെ പോവുകയും ചെയ്ത്, ഞാൻ മാത്രമായി പിന്നെ അവിടെ. ജലീല അന്ന് വീട്ടിലാണ്.